ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഉടച്ചു വാർത്ത് പുതിയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പാകിസ്ഥാന്റെ നീക്കം നടക്കുന്നു. ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ. അവർ നിർബാധം ഈ കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കേണ്ടി വരില്ലേ? ഇനിയുള്ള തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അത് പുറത്തേക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരുടെയും മനസ്സിൽ ഒളിപ്പിച്ചൊക്കെയില്ല, നമ്മൾ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്. അതായത് ഇനി നിങ്ങൾ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു നടപടി, അതായത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നീക്കമെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നീയൊന്നും ബാക്കി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള മറുപടി, അതിനുള്ള ഒരു ഭയം പോലും ഇപ്പോൾ അവർക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ജിഹാദി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ്റെ തലയിലേക്ക് നല്ല രീതിയിലുള്ള ചിന്തയ്ക്ക് എവിടെ വെളിച്ചം വീശാനാണ് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ പുനരുജ്ജീവിപ്പിക്കുന്നത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ ഭീകര താവളങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ട് നൽകുന്നുണ്ട്. അതിനെയെല്ലാം, അതായത് ഒരു 4 ദിവസത്തെ സ്ട്രൈക്ക് കൊണ്ട് ഇന്ത്യ ഭീകര താവളങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ വീണ്ടും സെറ്റിൽ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടുന്നതല്ല, കുറച്ചുകൂടെ അതിർത്തിക്ക് അടുത്തേക്ക് വന്നിട്ടും കുറച്ച് ഒളിതാവളങ്ങളായിട്ടും ഒക്കെ ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വരുന്നത് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന. ആ ഭീകര സംഘടനയ്ക്ക് പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളൊന്നും ഇനി വേണ്ട. അവർക്കെല്ലാം പുത്തൻ ആയുധങ്ങൾ നൽകണം. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളാണല്ലോ, അപ്പോൾ അവർക്ക് ആയുധങ്ങൾ നൽകണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണ്. ഏറ്റവും ഇന്ത്യാവിരുദ്ധമായിട്ടുള്ള നിലപാടുകളുള്ള എല്ലാ ഭീകര സംഘടനകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി മുന്തിയ ഇനം എന്ന് പറയില്ല, വിഷപ്പാമ്പുകളിൽ മുന്തിയ ഇനം എന്ന് പറയുന്നത് പോലെയാണ് ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷെ മുഹമ്മദിനെയാണ് പാക് ISI ചാരസംഘടനയുള്ള ISI ആധുനികവൽക്കരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ അവർക്ക് കൊടുക്കണമെന്നുണ്ട്. അതിനു വേണ്ടുന്നുള്ള ഫണ്ടൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട്. ഇവർക്കുള്ള ഫണ്ടുകൾ ഏത് ഭാഗത്ത് നിന്നും വരുമല്ലോ. ഒരു ക്ഷേമ പ്രവർത്തനത്തിനുള്ള ഫണ്ട് വരുന്നതിനേക്കാൾ സ്പീഡിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വരിക എന്നുള്ളത് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഒരു പദ്ധതി പാകിസ്ഥാനുണ്ട് എന്നുള്ളത് NDTVയുടെ ഒരു റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. നിലവിൽ അസോൾട്ട് റൈഫിളുകൾ, മോർട്ടാറുകൾ, തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിങ്ങനെയുള്ള ആയുധങ്ങളൊക്കെയാണ് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ക്വാഡ് കോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഡിജിറ്റൽ വാർഫെയർ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിക്കാനുള്ള പരിശീലനവും ആയുധങ്ങളും ഒക്കെയും ISI നൽകുമെന്നുള്ളതാണ്. ഒരു സേനയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്? ഒരു സേനയെ സുസജ്ജമാക്കാൻ, നമുക്കറിയാം, നമ്മുടെ സേനയെ സുസജ്ജമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്തുന്നു. അവർക്ക് ആത്മവീര്യം പകരുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. പണ്ട് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കണം. പല സൈനിക ഉദ്യോഗസ്ഥരും പോയിട്ട് കെഞ്ചി ചോദിച്ചിട്ട് പോലും ഉത്തരവ് കിട്ടാത്ത ഒരവസ്ഥ നേരിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇങ്ങോട്ടൊരു അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 4 അടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ നിലപാട് തന്നെ മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പകരം ചോദിക്കാൻ വേണ്ടുന്നത് എന്താണോ, അതിന് വേണ്ടുന്ന എന്തെല്ലാം ആയുധങ്ങൾ വേണമോ, എത്രത്തോളം സുസജ്ജമായിരിക്കാമോ, അത്തരത്തിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു ശേഖരം കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചതും ഇത്തരത്തിലൊരു മിസൈലിൻ്റെ കാര്യമാണ്. കരയിൽ നിന്ന് തൊടുക്കാവുന്നത്, എങ്ങനെ ആകാശത്ത് നിന്ന് തൊടുക്കാം, അതിനെക്കുറിച്ചുള്ള ആലോചനയാണ് നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ ജെയ്ഷെ മുഹമ്മദിനെ ആധുനികവൽക്കരിക്കാം എന്നുള്ളതിൽ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 2001 പാർലമെന്റ് ഭീകരാക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം എന്നിവ നടത്തിയതൊക്കെ ജെയ്ഷെ ഭീകരരാണ്. അപ്പോൾ പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ജെയ്ഷെയുടെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണമൊക്കെ നടത്തുകയും ചെയ്തതാണ്. പാക് സൈന്യത്തിൻ്റെ പ്രത്യേക വിഭാഗമാണ് ഈ ജെയ്ഷെ ഭീകരർക്ക് പരിശീലനം നൽകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ ഇവർ സംഭരിക്കും. ഈ സംഭരിക്കുന്നത് കരിഞ്ചന്തകളിൽ നിന്നാണ് എന്നുള്ളതാണ്. കരിഞ്ചന്തകളിൽ പോയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സംഭരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഡാർക്ക് വെബ് വഴിയാണ് ഇവർ ഇടപാടുകൾ നടത്തി
പണം സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. ജെയ്ഷയുടെ സഖ്യകക്ഷി എന്ന് കരുതപ്പെടുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാക് താലിബാൻ നിലവിൽ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പാക് താലിബാൻ ഖൈബർ പക്തൂൺഖയിൽ പാക് ഭരണകൂടത്തിനെതിരെ തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആശയപരമായിട്ടുള്ള സഹകരണം ഈ സംഘടനകളും നടത്തുന്നുണ്ട്. അവർക്കെതിരെ ആക്രമണം നടത്തുമ്പോഴും ഈ ഇന്ത്യക്കെതിരെ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഭയ്യ പറഞ്ഞിട്ട് ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു രീതി. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ അതിർത്തികളിൽ നമുക്ക് സമാധാനമില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ വീടിന് മുമ്പിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു സ്ഥലമാകുമ്പോൾ അത് നമ്മൾക്ക് എന്നും ഒരു തലവേദനയാണ്. ഇന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതി സ്വാഭാവികമായിട്ടും വരും. നമ്മൾ ജമ്മു കാശ്മീരിനെ ഇപ്പോഴാണ് ഒരു സമാധാനത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അതിനിടയിലാണ് ഈ പെഹൽഗാം അറ്റാക്ക് വരുന്നത്. ഇതോടുകൂടി അവർക്ക് നമ്മളോടുള്ള ശത്രുത വർദ്ധിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ കരുതി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഭയം, ഈ ഭയം ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ ചിലർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആരുടെ ആണവായുധ കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്, അവിടെ ആക്രമണം നടന്നപ്പോൾ ആരുടെ നെഞ്ചാണ് ഇടിച്ചത് എന്നൊക്കെ നമുക്കറിയാം. ആകെ 2 ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ സംസാരിക്കാതെ ഇരുന്ന ഒരു രാജ്യത്തിൻ്റെ പേരുണ്ട്. നമ്മൾ തുറന്നു പറയാതെ ഇരുന്നത് നമ്മുടെ മാന്യത കൊണ്ടാണ്. ആ മാന്യത ഇപ്പോൾ ആ രാജ്യം നമ്മളോട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇനിയും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഈ സാമ്പത്തിക സഹായം, ജെയ്ഷയ്ക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ പകുതിയിലേറെയും ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കാറുള്ളത്. പ്രതിവർഷം 80 മുതൽ 90 കോടി വരെ പാകിസ്ഥാനി രൂപയാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും ഗൾഫ് രാജ്യങ്ങൾ വഴി സംഘടനയിലേക്ക് എത്തുന്നു എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന പണം ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് ഇവർ മാറ്റുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ജിഹാദിലേക്ക് ഭീകരർ കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്നും മനസ്സിലാകുകയാണ്. ഇവയുപയോഗിച്ചാണ് ആയുധങ്ങൾ വാങ്ങുന്നതും ഇന്ത്യയിലെ ഭീകരർക്ക് വേണ്ടിയിട്ട് പണം കൈമാറുന്നതുമെല്ലാം ചെയ്യുന്നത്. ഈ ഭീകരരെ വളർത്തിയിട്ടുള്ള ആരുമായിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഭീകരരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തിരിച്ചു കൊത്തുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അതിന് കൈപൊള്ളിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്ക് കിട്ടിയ അത്രയും ഒരു ഒരു തിരിച്ചടി മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാകില്ല. പക്ഷേ വീണ്ടും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യവും. പാകിസ്ഥാൻ്റെ മനസ്സിൽ അടിമുടി എന്താ പറയുക, നമ്മൾ പെരുവിരൽ മുതൽ മുടി വരെ നിറഞ്ഞു നിൽക്കുന്നത് മതവൈരാഗ്യം മാത്രമാണ്. ഈ ജിഹാദി കാര്യങ്ങൾ മാത്രം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ തിരിച്ചടി കിട്ടിയിട്ടും ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ പോയി സംസാരിച്ച ഇവരെ എല്ലാവരെയും നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഇന്ത്യയല്ല പാകിസ്ഥാനാണ്, മതം പറഞ്ഞു തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നത് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും വീണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് അന്ത്യകൂദാശ ഒരുക്കിക്കോളാൻ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.